100 ദിനാറിൽ താഴെയാണ് അയക്കുന്ന തുകയെങ്കിൽ 2%, 499 ദിനാർ വരെ 4%, ഇതിനു മുകളിലുള്ള തുകക്ക് 5%. ഇതാണ് പാർലമെന്റ് പരിഗണിക്കുന്ന ബില്ലിലെ പ്രധാന നിർദ്ദേശം. പണമിടപാട് നടത്തുന്ന ബാങ്കുകളും സ്ഥാപനങ്ങളും നികുതിപ്പണം ചെക്കായോ മണിയോർഡറായോ രാജ്യത്തിന്റെ ഖജനാവിലെത്തിക്കണം. നികുതി അടയ്ക്കാതെ പണം അയക്കുന്നവർക്കുള്ള ശിക്ഷ 6 മാസം വരെ തടവും 10,000 ദിനാർ വരെ പിഴയുമാണ്. ഇതിനിടെ മൂല്യവർദ്ധിത നികുതി സമ്പ്രദായം ഏർപ്പെടുത്താൻ 5 വർഷം വരെ സമയം അനുവദിക്കണമെന്ന് രാജ്യാന്തര നാണയനിധി കുവൈത്തിനോട് ആവശ്യപ്പെട്ടു. 2018-നകം വാറ്റ് ഏർപ്പെടുത്താൻ മിക്ക ഗൾഫ് രാജ്യങ്ങളും നടപടികൾ സ്വീകരിക്കുന്നുവെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം. വിദ്യാഭ്യാസം, ആരോഗ്യം, ധനകാര്യ സേവനം, റിയൽ എസ്റ്റേറ്റ്, പ്രാദേശിക ഗതാഗത സംവിധാനം, എണ്ണ, വാതക മേഖല എന്നിവയെ വാറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നും IMF നിർദ്ദേശിച്ചു. എന്നാൽ പൗരന്മാരുടെ താൽപര്യവും രാജ്യത്തിന്റെ ആവശ്യവും അനുസരിച്ചാകും സാമ്പത്തിക പരിഷ്കരണമെന്ന് ധനമന്ത്രി അനസ് അൽസാലെ പറഞ്ഞു. കമ്പനികൾക്ക് 10% നികുതി, 5% വാറ്റ് എന്നിവ പ്രസക്തമാണെങ്കിലും നിയമവ്യവസ്ഥയിൽ അവ രണ്ടും ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. മീഡിയ 1, കുവൈറ്റ് സിറ്റി.